നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ്. കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അംഗവൈകല്യത്തെക്കുറിച്ചാണ്. ഇത് വളരെ അസാധാരണമായ ഒരു അംഗവൈകല്യമൊന്നുമല്ല. കാരണം 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിയിൽ ഇത് കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ ആശുപത്രിയിൽ വളരെ അധികം പ്രസവങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വൈകല്യത്തിൻ്റെ കൺസൾട്ടേഷൻ അമ്മയും കുഞ്ഞും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് ഓർത്തോപീഡിക്സിലേക്ക് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ വൈകല്യം എന്നല്ലേ? ഇതിനെ CTEV അഥവാ കൺജനിറ്റൽ ടാലിപ്പസ് ഇക്വിനോവാരസ് അഥവാ ക്ലബ് ഫുട്ട് എന്നാണ് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ ചുരുട്ടുകാൽ അല്ലെങ്കിൽ വക്രപാദം എന്നൊക്കെ വിളിക്കും. ഈ വൈകല്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാദം ഇങ്ങനെ നേരെ ഇരിക്കുന്നതിന് പകരം അകത്തേക്ക് വളഞ്ഞ് ആണ് ഇരിക്കുന്നത്. മാത്രമല്ല കാലിൻ്റെ സൈസ് ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇത് ആൺകുട്ടികളിൽ കൂടുതലായി കാണപ്പെടുന്നു. പെൺകുട്ടികളേക്കാൾ ഇരട്ടിയിൽ അധികം കോമൺ ആണ് ഈ വൈകല്യം. ഇതിന് ഒരു ജനിതക ബന്ധം കൂടിയുണ്ട്. അതായത് അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും, അതായത് അച്ഛനപ്പൂപ്പന്മാർക്കോ അമ്മൂമ്മമാർക്കോ ഒക്കെ ഈ അസുഖം ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈ വൈകല്യം വരാനുള്ള സാധ്യത ഏകദേശം 25%. അതുപോലെ തന്നെ ഇത് ഒരു 80% കുട്ടികളിൽ ഈ ഒരു വൈകല്യം മാത്രം ആയിട്ട് കാണപ്പെടും. ബാക്കിയുള്ള 20% കുട്ടികൾക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ അവയവങ്ങളിലോ കൂടി എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈകല്യം കാണുന്ന കുട്ടികളെ നമ്മൾ മുഴുവനായിട്ട് മൊത്തത്തിൽ വേറെ എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഇത് 2 കാലിനെയും ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിൻഡ്രോമിക് കേസുകളിൽ. ഇപ്പം ഈ വൈകല്യം പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 80% കേസുകൾ ഇഡിയോപ്പതിക് എന്ന് പറയും. പ്രത്യേകിച്ചൊരു അസുഖമായിട്ട് ബന്ധമുള്ളതോ അതിൻ്റെ ഭാഗമാകാത്തതോ ആയിട്ടുള്ള വൈകല്യങ്ങളാണ് ഇഡിയോപ്പതിക് കേസുകൾ. ചില കേസുകൾ ഏതെങ്കിലും സിൻഡ്രോമിൻ്റെ, അതായത് ആർത്രോഗൈറപ്പോസിസ്, മൈലോഡിസ്പ്ലേസിയ, അങ്ങനെയൊക്കെയുള്ള പല ജനിതക സിൻഡ്രോമുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാണപ്പെടാറുണ്ട്. അതെല്ലാം മിക്കവാറും 2 കാലിനെയും ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കേസുകളെ ചികിത്സിക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഈ വൈകല്യം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്കും വരാനുള്ള സാധ്യത 1/30 കൂടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ വൈകല്യത്തിൻ്റെ രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും ഒരു കൺജനിറ്റൽ ഡിഫോമിറ്റിയാണ്. അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഈ വൈകല്യം നമുക്ക് കാണാവുന്നതാണ്. അതാണ് കൺജനിറ്റൽ ഡിഫോമിറ്റി. അപ്പോൾ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ വൈദ്യ പരിശോധനയിലൂടെയാണ്. എക്സ്റേക്കും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസിനും ഒന്നും വലിയ റോളില്ല. ചില കേസുകൾ എക്സ്റേ എടുക്കാറുണ്ട്, അതിന് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാറില്ല. കുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ ഏകദേശം 16 ആഴ്ചകൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അൾട്രാസൗണ്ടിൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നേരത്തെ നമുക്ക് ഇത് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയിലേക്ക് വരാം. അപ്പോൾ ഇത് പലരും ഈ വൈകല്യം കാണുമ്പോഴത്തേക്ക് ഭയപ്പെടാറുണ്ട്. ഇത്രയും കാലം വളഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യുമെന്നൊക്കെ. ഇപ്പോൾ ഇവന് വളരെ ഫലപ്രദമായ ചികിത്സ ഉണ്ട്. ഏകദേശം നോർമൽ കാല് പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും കോമണായി ചെയ്യുന്നത് പോൺസെറ്റീസ് മെത്തേഡ് എന്ന് പറയുന്ന പ്ലാസ്റ്റർ ഉപയോഗിച്ച് കാല് ക്രമേണ നിവർത്തി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പോൺസെറ്റീസ് മെത്തേഡ്. ഇത് കണ്ടുപിടിച്ചത് ഇഗ്നേഷ്യോ പോൺസെറ്റി എന്ന് പറയുന്ന സ്പാനിഷ് ഓർത്തോപീഡീഷ്യനാണ്. പിന്നീട് അദ്ദേഹം അമേരിക്കയിലോട്ട് താമസം മാറുകയും അവിടെ പുള്ളി 30 വർഷത്തോളം
ഈ ചികിത്സ നടത്തുകയും അവൻ്റെ പഠനങ്ങൾ ചെയ്യുകയും അവന് ശേഷം പ്രസിദ്ധീകരിച്ച ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അവൻ്റെ റിസൾട്ടിലെ ബേസ് ചെയ്താണ് ഇപ്പോൾ ലോകമെമ്പാടും ഈ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്ലാസ്റ്റർ ഉപയോഗിച്ച് ക്രമേണ വളവ് നിവർത്തുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ കുട്ടിയുടെ കാൽ വളവ് കുറച്ച് നിവർത്തി ആ വളവ് നിവർത്തിയ രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് പ്ലാസ്റ്റർ ഇടുകയാണ് ചെയ്യുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ വെച്ച് ഈ പ്ലാസ്റ്റർ മാറ്റി വളവ് കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് അടുത്ത പ്ലാസ്റ്റർ ഇട്ടിട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ തവണയും ക്രമേണ കുറേശ്ശെ വളവ് നിവർന്നുകൊണ്ടേയിരിക്കും. ഏകദേശം 5 മുതൽ 7 പ്ലാസ്റ്റർ വരെ ആയി കഴിയുമ്പോഴത്തേക്കും മിക്ക കുട്ടികളിലും ഈ വളവ് ഏകദേശം നിവർന്ന് നോർമൽ കാലിനോട് അടുത്ത് ആയി കിട്ടുന്നതായിരിക്കും. അതിൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയും, കാലിങ്ങനെ മേലോട്ടാക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ്, അത് ഒരു 10 ഡിഗ്രിയിലൊക്കെ താഴെ ആണെങ്കിൽ ടീനോട്ടമി എന്ന് പറയുന്ന ചെറിയൊരു സർജറി കൂടി ചെയ്യേണ്ടി വരും. ആ സർജറി ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് കാലിൻ്റെ ബാക്കിൽ വരുന്ന വള്ളിയുണ്ട്, ഉപ്പുറ്റിയുടെ മുകളിലായിട്ടുള്ള, അതിനെ കട്ടിയുള്ളൊരു നീഡിലോ അല്ലെങ്കിൽ ചെറിയ ഒരു ബ്ലേഡോ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന സർജറിയാണ്. ഈ സർജറിക്ക് ശേഷം വീണ്ടും വളവ് അല്ലെങ്കിൽ ആ ഡോർസി ഫ്ലെക്ഷൻ നോർമലാക്കിക്കൊണ്ട് ഏകദേശം 3 ആഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇടുന്നതായിരിക്കും. ഈ 3 ആഴ്ച പ്ലാസ്റ്റർ എടുത്ത ശേഷം ചികിത്സ അവിടെ തീരുന്നില്ല. കാല് ഏകദേശം നോർമൽ രീതിയിലായി കിട്ടും. അവിടെ നിന്ന് നമ്മൾ ബ്രേസിങ് എന്ന് പറയുന്ന ചികിത്സ തുടങ്ങും. ഈ ബ്രേസിങ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കാലിൽ ഈ വളവ് നിവർന്ന് കിട്ടിയത് ആ കിട്ടിയ കറക്ഷൻ തിരികെ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേസ് എന്ന് പറയുന്ന ഉപകരണമാണ്. ഇത് പല ടൈപ്പുണ്ട്. സ്റ്റീൻബേക്ക്, ഡെന്നിസ് ബ്രൗണ്, എല്ലാത്തിൻ്റെയും ജോലി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ അവസാനത്തെ കാസ്റ്റും കഴിഞ്ഞ് ഈ ബ്രേസ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങും. ആദ്യത്തെ 3 മാസം 24 മണിക്കൂർ, അതായത് രാവിലെയും രാത്രിയും ഒക്കെ ഇത് ഉപയോഗിക്കണം. ആ 3 മാസം കഴിഞ്ഞാൽ പിന്നെ രാവിലെ 2 തൊട്ട് 4 മണിക്കൂർ വരെയോ രാത്രി നിർബന്ധമായും 12 മണിക്കൂറും ഇത് ഉപയോഗിക്കേണ്ടതാണ്. ഇത് 3 മുതൽ 4 വയസ്സ് വരെ തുടരേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കിട്ടിയ കറക്ഷൻ നഷ്ടപ്പെടുകയും റിലാപ്സ് ഉണ്ടാകുകയും ചെയ്യാവുന്നതാണ്. അടുത്തതായി, ചിലപ്പോൾ ഈ പോൺസിറ്റി മെത്തേഡ് കൊണ്ട് എല്ലാ കുട്ടികൾക്കും മുഴുവൻ കറക്ഷൻ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ സർജറിയിലേക്ക് പോകേണ്ടി വരും. അഡീഷണലായിട്ട് ഒരു സർജറി കൂടി ചെയ്യേണ്ടി വരും. പോസ്റ്റർമീഡിയൽ റിലീസ്, അതായത് ഈ മസിൽ വള്ളികൾ, ലിഗമെൻറ്റുകളിലൊക്കെ ക്യാപ്സ്യൂളുകളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് കാല് സ്ട്രെയിറ്റൻ ചെയ്യുന്നത് സർജറി. പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ 3-4 വയസ്സിനൊക്കെ മുകളിലാണെങ്കിൽ ചിലപ്പോൾ അസ്ഥി ഉൾപ്പെടുത്തിയുള്ള സർജറികളൊക്കെ വേണ്ടി വന്നേക്കും. 12 വയസ്സിന് മുകളിലാണെങ്കിൽ പോൺസെറ്റി മെത്തേഡ് കൊണ്ട് അധികം ഫലം കിട്ടാറില്ല. അതിന് ഇല്ലിസാറോ എന്ന റിങ് ഉപയോഗിച്ചിട്ടുള്ള കറക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ട്രിപ്പിൾ ആർത്തോഡസിസ് എന്ന് പറയുന്ന സർജറിയൊക്കെയാണ് ചെയ്യുന്നത്. സിൻഡ്രോമിക് കേസുകൾ ഒക്കെയാണ് ഈ സാധാരണ നമുക്ക് ഫുൾ കറക്ഷൻ കിട്ടാതെ പോകുന്നത്. അതിലൊക്കെ മിക്കവാറും സർജറി വേണ്ടി വരുന്നതാണ്. കാസ്റ്റിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ കാസ്റ്റ്, അതായത് പ്ലാസ്റ്റർ നമ്മൾ ഈ തൊടയുടെ ഇടുക്ക് തൊട്ട് വിരലിൻ്റെ തുമ്പ് വരെയാണ് ഇടുന്നത്. മുട്ട് ഏകദേശം 90 ഡിഗ്രി മടക്കി വെച്ചിട്ടാണ് ഇടുന്നത്. അമ്മമാരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നാൽ, അത് ഇട്ട് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഈ രക്തഓട്ടം ശരിയാണോ എന്ന് നമ്മൾ നോക്കണം. അതായത് ഈ വിരലുകളുടെ അറ്റം നമുക്ക് പുറത്ത് കാണാൻ പറ്റും. അതിലൊന്ന് ഞെക്കി അല്ലെ അമർത്തി നോക്കുമ്പോൾ അവിടെ ഈ രക്തമയം മാറുന്നതായി കാണാം.
വിട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കൊണ്ട് അത് രക്തമയം തിരിച്ചു വരും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ പോയാലും ദിവസം ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിലെന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും അല്ലെങ്കിൽ ഈ കാസ്റ്റ് ഇളക്കി മാറ്റുകയോ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കാലിലെ വിരലിൻ്റെ കളർ വ്യത്യാസം, നിറവ്യത്യാസം വരികയോ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നും ദുർഗന്ധം വരികയോ കുട്ടി വേദന പോലെയുള്ള എന്തെങ്കിലും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുകയോ അവൻ്റെ കൂടെ പനിയൊക്കെ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ വന്ന് കാണിക്കേണ്ടതാണ്. പിന്നെ ഈ പോൺസിറ്റി മെത്തേഡിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാപ്സ് ആണ്. ബ്രേസിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ റിലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ബ്രേസിങ് കറക്റ്റായിട്ട് ചെയ്താലും റിലാപ്സ് ഉണ്ടാകാം. അല്ലെങ്കിൽ ബ്രേസിങ് നമ്മൾ 4 വയസ്സിൽ വരെ ചെയ്ത് അത് ഒഴിവാക്കി കഴിയുമ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻകംപ്ലീറ്റ് കറക്ഷൻ, ചിലവർക്ക് മുഴുവനായിട്ട് കറക്ഷൻ കിട്ടിയെന്ന് വരത്തില്ല. അതുപോലെ ഈ പോൺസിറ്റി മെത്തേഡ് ഏകദേശം 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. എന്നാൽ ഇത് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അത്യാവശ്യം കറക്ഷൻ കിട്ടാറുണ്ട്. ബാക്കിയുള്ള കറക്ഷൻ ചിലപ്പം സർജറിയിലേക്ക് പോകേണ്ടി വരും. അതുപോലെ ഈ ബ്രേസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 4 വയസ്സ് വരെ 4 മാസത്തിലൊരിക്കൽ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ട്. അതിനുശേഷം വർഷത്തിലൊരിക്കൽ ഈ റിലാപ്സ് ഒക്കെ വരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണേണ്ടതുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം ഈ ചികിത്സ എപ്പോൾ തുടങ്ങണമെന്നുള്ളതാണ്. ഇത് എത്രയും നേരത്തെ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതായത് ജനിച്ച് ഒരാഴ്ച തൊട്ട് 10 ദിവസത്തിന് ഇടയ്ക്ക് തുടങ്ങുന്നതാണ് നല്ലത്. ആദ്യത്തെ മാസം തന്നെ ചികിത്സ തുടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വൈകല്യം കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഓർത്തോപീഡീഷ്യനെ കണ്ട് കുട്ടിക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.